പാർവതി പറഞ്ഞത് അയാൾ വിശ്വസിച്ചിട്ടുണ്ടെന്നല്ലേ ഏട്ടൻ പറഞ്ഞത്? അപ്പൊ വിശാലിനെ കൊല്ലാൻ ശ്രമിക്കുന്നതും നമ്മളാണെന്ന് അയാൾ വിശ്വസിക്കുന്നുണ്ടാവും. ലാബ് റിപ്പോർട്ടുമായിട്ട് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ആക്സിഡന്റ് ഉണ്ടായെങ്കിൽ അതിന് പിറകിൽ നമ്മളാണെന്ന് സംശയിക്കാൻ പോലീസ് ബുദ്ധിയുടെ പോലും ആവശ്യമില്ല. ഇനി ഏട്ടൻ ആ പണിക്ക് പോയാ അരവിന്ദൻ കയ്യോടെ പൊക്കും. അതുകൊണ്ട് ഇനി സൂക്ഷിച്ചു വേണം കളിക്കാൻ. ജയയുടെ മരണത്തിന് പുറകിൽ നമ്മളാണെന്ന് മനസ്സിലായതുകൊണ്ട് നമ്മളെ പൂട്ടാനുള്ള സകല തെളിവുകളും ശേഖരിച്ചുകൊണ്ടായിരിക്കും അയാൾ വരിക. അതിനു മുമ്പ് നമ്മൾ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഒരു കൊലപാതക ശ്രമം. ശിക്ഷ കഴിഞ്ഞ് സെൻട്രൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ ഞാനും നീയും മൂത്ത് നരച്ചിട്ടുണ്ടാവും. എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ചേ പറ്റൂ ജാസ്മിൻ. പാർവതിക്ക് വേണ്ടി വാദിക്കാൻ വിശാലിനെ പോലൊരാളുണ്ട്. അതാണ് അവളുടെ വിജയം. അവിടെ നിന്ന് വിശാലിനെ പിടിച്ച് നമ്മുടെ സൈഡിൽ നിർത്തണം. ഞാൻ നോക്കിയിട്ട് രക്ഷപ്പെടാനുള്ള എളുപ്പ വഴി അതാ. നമ്മൾ എങ്ങനെയെങ്കിലും വിശാലിനെ കയ്യിലെടുക്കണം ഏട്ടാ. വിശാലിനെ കയ്യിലെടുക്കണമെങ്കിൽ ആദ്യം പാർവതിയും വിശാലിനെയും തമ്മിൽ തെറ്റിക്കണം. അത് ഞാൻ ചെയ്തോളാം. കളിയൊന്ന് മാറ്റി കളിക്കണമെന്നല്ലേ ഉള്ളൂ. ജയിച്ച ഒരു കളിയും നമ്മുടെ പുസ്തകത്തിലില്ല. എല്ലാം പരാജയം. ഓരോ പരാജയവും ഓരോ പാഠങ്ങളാണ് ഏട്ടാ. ആ പാഠങ്ങൾ ഉൾക്കൊണ്ട് വേണം പുതിയ നീക്കങ്ങൾ നടത്താൻ. ഇതിൽ നമ്മൾ വിജയിക്ക് തന്നെ ചെയ്യും. ആഹാ, വിശാൽ സാർ ഇപ്പോഴും മാജിക് ബോക്സ് നോക്കിയിരിക്കുകയാണോ? സത്യം പറഞ്ഞ ഇതിനെക്കുറിച്ച് തന്നെയാ ഞാനും ഇത്രയും നേരം ആലോചിച്ചുകൊണ്ടിരുന്നത്. ഗായത്രി അമ്മ ഇതിലെന്തോ രഹസ്യം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞത് വിശാൽ സാറ് തള്ളിക്കളയൊന്നും വേണ്ട. എന്റെ മുത്തശ്ശൻ നിമിത്തശാസ്ത്രമൊക്കെ പഠിച്ചിട്ടുള്ള ആളാ. കുറെ കാലം മറഞ്ഞിരുന്നൊരു സാധനം പെട്ടെന്നൊരു ദിവസം വെളിച്ചത്ത് വന്നാ അതിന്റെ സത്യം എല്ലാവർക്കും അറിയാൻ നേരമായി എന്നാ അതിന്റെ അർത്ഥം. മുത്തശ്ശൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളത്. ഇത്രയും കാലം രഹസ്യമാക്കി വെച്ചൊരു സത്യം ഗായത്രി അമ്മ ഇപ്പൊ വിശാൽ സാറിനോട് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ എനിക്ക് തോന്നിയത്. എന്നോടെന്തോ പറയാൻ ബാക്കി വെച്ചിട്ടാണ് എന്റെ അമ്മ പോയതെന്നാണോ നീ പറഞ്ഞു വരുന്നത്? എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. ഇത് തോന്നലായിരിക്കില്ല വിശാൽ സാർ, എനിക്ക് ഉറപ്പാ. ഇതിൽ എന്തോ രഹസ്യമുണ്ട്. വിശാൽ സാർ, ഈ മിന്നലെ മാറാതിരുന്നെങ്കിൽ. അതെന്താ?
ഇങ്ങനെ നിൽക്കാമല്ലോ കുറെ നേരം. ദേ ആരെങ്കിലും അന്വേഷിക്കും. അന്വേഷിക്കട്ടെ, നമ്മളെ കാണില്ലല്ലോ. ഈ മിന്നലെ എങ്ങനെ വന്നാന്നറിയോ? എവിടുന്ന് വന്നാന്നറിയോ? എങ്ങനെ വന്നതാ? എവിടുന്ന്? ഈ മാജിക് ബോക്സിൽ നിന്ന്. എന്തിനാ വന്നതെന്നറിയോ? എന്തിനാ? എന്നെയും നിന്നെയും ഇങ്ങനെ കുറേ സമയം ഒരുമിച്ച് നിർത്താൻ വേണ്ടി. ഇനിയും മിന്നല് പോണെങ്കിലേ നമ്മൾ പറയണം. സത്യം? വിശാൽ! വിശാൽ! അയ്യോ അമ്മ, നമ്മളെ കണ്ട വഴക്ക് പറയും. വിശാൽ! വിശാൽ, നീ എവിടെയാ? വിശാൽ! വിശാൽ സാറിന് വഴക്ക് കിട്ടില്ല, എനിക്കാവും വഴക്ക് കിട്ടുക. എന്തിപ്പോ ചെയ്യാ? കറണ്ട് ഇല്ലല്ലോ. നീ ഇവിടെ മിണ്ടാ നിന്നാ മതി. അമ്മ അറിയാനൊന്നും പോകുന്നില്ല. വിശാൽ, നീ എവിടെയാ? ഞാനിവിടെ ഉണ്ടമ്മേ. എവിടെ? റൂമില്. നീ അമ്മയുടെ കണ്ണിപ്പെടാതെ പൊയ്ക്കോ. പോ. വിശാൽ! ഇവളെന്താ ഇവിടെ? അമ്മേ, അത് ഞാൻ അമ്മേ, ഇവിടെ റൂം വൃത്തിയാക്കാൻ വേണ്ടി വന്നതാ. അപ്പോഴേക്കും ഈ കറണ്ട് പോയി. പിന്നെ ഇരുട്ടത്ത് എങ്ങനെ തിരിച്ചു പോവാ? അതാ ഇവിടെ തന്നെ ഇങ്ങനെ. എന്നിട്ട് ഇവളെന്തിനാ നിന്നോട് ഒട്ടി നിൽക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് കരുതരുത്. പോവാനാ പറഞ്ഞത്. വിശാൽ, അവൾ ഇങ്ങനെ മുട്ടി ഒരുമി നിന്നു എന്നൊക്കെ വരും. നീ അനുവദിച്ചു കൊടുക്കരുത്. ജാസ്മിൻ കണ്ട അവക്കത് വിഷമാവും. നിന്നെ മാത്രം സ്വപ്നം കണ്ട് കഴിയുക അവള്. അത് നീ മറക്കരുത്. അവളുടെ സ്വപ്നം സ്വപ്നമായി തന്നെ നിലനിൽക്കേ ഉള്ളൂ. സംശയം തോന്നിയിട്ടാ ഞാൻ വന്ന് നോക്കിയത്. അവൾ ഇത് ആവർത്തിക്കാതെ നോക്കേണ്ടത് നിന്റെ കടമയാ. മനസ്സിലായില്ലേ? അവൾ ആവർത്തിച്ചില്ലെങ്കിലും ഞാനിത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അവൾ എന്റെ ഭാര്യയാണ്, എന്റെ എല്ലാമാണ്. രണ്ട് പെൺകുട്ടികളും രണ്ട് തരത്തിലാ ചിന്തിക്കുന്നതെന്നാ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അച്ഛന് മനസ്സിലായില്ലേ? ജാസ്മിൻ ഗായത്രിയമ്മയുടെ സാധനങ്ങള് വാരി വലിച്ചു പുറത്തിട്ടു. പാർവതി അതെല്ലാം എടുത്ത് കഴുകി വൃത്തിയാക്കി സൂക്ഷിച്ചു വെച്ചു. എന്നിട്ടും ജാസ്മിൻ നന്മയുടെ നിറകുടമാണെന്ന് പറഞ്ഞു നടക്കാനും ഇവിടെ ചിലരുണ്ട്. അതാ അത്ഭുതം. ഗോപിയേട്ടൻ എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. എന്താ ഗോപിയേട്ട? അത് മനസ്സിലാക്കണമെങ്കിൽ പാർവതി വേണം. അച്ഛൻ പറയുന്നതൊക്കെ പാർവതിക്ക് എത്ര പെട്ടെന്നാ മനസ്സിലാകുന്നത്. അച്ഛന്റെ മനസ്സ് വായിക്കാൻ അവക്ക് കഴിയുന്നുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. ഗാർഗി, ആ സമ്മാനപ്പെട്ടിയെ കുറിച്ചായിരിക്കോ ഗോപിയേട്ടൻ പറയാൻ ശ്രമിക്കുന്നത്? ആണോ അച്ഛാ? വിശാൽ ബ്രോയ്ക്ക് സമ്മാനമായിട്ട് കൊടുക്കാൻ ഗായത്രിയമ്മ മാറ്റിവെച്ച ആ പെട്ടിയെ കുറിച്ചാണോ അച്ഛൻ പറയാൻ ശ്രമിക്കുന്നത്? പാർവതി അത് വിശാലിന് കൊടുത്തു.
അതിപ്പോ വിശാലിന്റെ കയ്യിലുണ്ട്. പ്രഭാവതി വന്ന് ആ പെട്ടി തിരയുന്നുണ്ടായിരുന്നു. ഗാർഗി അത് ഒളിപ്പിച്ചു വെച്ചതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ അവളത് നശിപ്പിച്ചു കളഞ്ഞേനെ. അച്ഛന്റെ മെഡിസിൻസേ പാർവതി എടുത്തു തരും. അച്ഛൻ വിഷമിക്കാതെ കിടന്നു. വാ ചെറിയമ്മ. ചെറിയമ്മ, ഗായത്രിയമ്മയുടെ സാധനങ്ങളെ കുറിച്ച് പറയാൻ തുടങ്ങിയപ്പോഴാ അച്ഛൻ നമ്മളോട് എന്തോ പറയാൻ ശ്രമിച്ചത്. അത് ആ പെട്ടിയെ കുറിച്ച് തന്നെയാണെന്നാ എനിക്ക് തോന്നുന്നത്. എനിക്കും അങ്ങനെ തോന്നിയത്. അതിലെന്തൊക്കെയോ നിഗൂഢതകളുണ്ട്. ശരിയാ. ആ പെട്ടിയുടെ ലോക്ക് മറച്ച് ചുവന്ന പട്ടുകൊണ്ട് വട്ടം കെട്ടിയിട്ടുണ്ട്. അതിന്റെ അർത്ഥം അതാരും തുറക്കരുതെന്നല്ലേ? അപ്പൊ അതിനുള്ളിൽ എന്തോ നിഗൂഢതയുണ്ട്. എന്തായാലും വിശാലിന്റെ കയ്യിലായത് ഭാഗ്യം. ഇതത് തന്നെയാ ആ മ്യൂസിക്. അതെ അതെ, ഇവിടെ എവിടെയോ തന്നെയുണ്ട്. എന്താമ്മേ, നല്ല പാട്ടല്ലേ? ഇത് സ്റ്റോപ്പ് ചെയ്യാനാ ഞാൻ പറഞ്ഞത്. എന്തിനാ ഇതിപ്പോ സ്റ്റോപ്പ് ചെയ്യുന്ന? ഇഷ്ടമുള്ളൊരു മ്യൂസിക് കേൾക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലേ ഈ വീട്ടില്? ഞാൻ ഇത് സ്റ്റോപ്പ് ചെയ്യില്ല. എന്തിനമ്മ എന്നെ അടിച്ച്? അനുസരണക്കേട് കാണിച്ചാ അടിക്കണ്ടേ? 16 വർഷത്തിന് ശേഷമാ ഞാൻ ഈ മ്യൂസിക് കേൾക്കുന്നത്. ആ ശബ്ദം കേൾക്കുമ്പോ എനിക്ക് ഭ്രാന്ത് പിടിക്കും. ശരിയാ, അമ്മയ്ക്ക് ശരിക്കും ഭ്രാന്ത് തന്നെയാ. നൊട്ട ഭ്രാന്ത്. ഇഷ്ടപ്പെട്ട മ്യൂസിക് കേട്ടതിന് തല്ല് കിട്ടിയ ലോകത്തിലെ ഒരേ ഒരാള് ഞാനായിരിക്കും. അമ്മേ, ഇങ്ങനെ ഇറങ്ങി നടക്കൊന്നും വേണ്ട. സൂക്കേട് കൂടും. എവിടെയെങ്കിലും പോയി കിടന്ന് ഉറങ്ങ്. ഈ മിന്നലെ എങ്ങനെ വന്നാന്നറിയോ? എവിടുന്ന് വന്നാന്നറിയോ? എങ്ങനെ വന്നതാ? എവിടുന്ന്? ഈ മാജിക് ബോക്സിൽ നിന്ന്. എന്തിനാ വന്നതെന്നറിയോ? എന്തിനാ? എന്നെയും നിന്നെയും ഇങ്ങനെ കുറേ സമയം ഒരുമിച്ച് നിർത്താൻ വേണ്ടി. ഇനിയും മിന്നല് പോണെങ്കിലേ നമ്മൾ പറയണം. സത്യം?
ഞാനൊരു കാര്യം ചോദിച്ചാ സത്യം പറയോ? ഞാനല്ലെങ്കിലും പാറുവിനോട് സത്യമല്ലേ പറയാറുള്ളൂ. ആ, എന്നെ ഇഷ്ടായതുകൊണ്ടല്ലേ എന്റെ അടുത്ത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നത്? അതെ പാറു, എനിക്ക് പാറുവിനെ വലിയ ഇഷ്ടാ. അതുകൊണ്ടാ ഞാൻ എപ്പോഴും പാറുവിന്റെ അടുത്ത് വരുന്നേ. എന്നെ എപ്പോഴും സ്നേഹിക്കാമോ? ഞാൻ മരിക്കുന്നത് വരെ? ഞാൻ മരിച്ചാലും എന്നെ സ്നേഹിക്കോ? ഈ പാറു എന്തൊരു മണ്ടിയായത് ചോദിക്കാൻ. പാറു മരിക്കുന്നവരെ ഞാൻ എങ്ങനെയാ പാറുവിനെ സ്നേഹിക്കാൻ? അതുവരെയൊന്നും ഞാൻ ഉണ്ടാവില്ലല്ലോ. ഞങ്ങൾ തത്തകൾക്ക് മനുഷ്യരെക്കാൾ ഐസ് കുറവാണെന്ന് പാറുവിന് അറിയില്ലേ? എനിക്ക് ഇഷ്ട, ഒരുപാട് ഒരുപാട് ഇഷ്ടം. എനിക്കും പാറുവിനെ ഒരുപാട് ഇഷ്ടാ. പാറു, മണിക്കുട്ട, നീ എപ്പോഴാ വന്നേ? ഞാൻ വന്നിട്ട് കൊറേ നേരമായി. അപ്പോ നീ എന്നോടല്ലേ പറഞ്ഞത്? എന്ത് ഇഷ്ടമാണെന്ന്? നിന്നോടോ? അല്ലല്ല, വിശാൽ സാറിനോട് അല്ലേ? ഞാൻ കരുതി എന്നോടാണെന്ന്. എന്തിനാ ഫോട്ടോയോട് പറയുന്നത്? വിശാൽ സാറിനോട് നേരിട്ട് പറയണ്ടേ? ഞാൻ പോയി വിശാൽ സാറിനെ വിളിച്ചിട്ട് വരാം. അയ്യോ വേണ്ട, നീ വിശാൽ സാറിനോട് പോയി പറയൊന്നും വേണ്ട. അവൾ എന്നോട് സ്നേഹം കാണിക്കുന്നുണ്ട്, എന്റെ ആവശ്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യുന്നുണ്ട്. പക്ഷെ സ്നേഹം പലതരത്തിലില്ലേ അമ്മേ? അവൾ എന്നെ വിശാൽ സാർ എന്നാ വിളിക്കുന്നത്. അവള് കാണിക്കുന്ന സ്നേഹം റെസ്പെക്റ്റിന്റെ ഭാഗമായിരിക്കില്ലേ? സത്യം പറഞ്ഞ എത്ര ആലോചിച്ചിട്ടും എനിക്ക് അവളുടെ മനസ്സ് പിടികിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വല്ലാത്ത കൺഫ്യൂഷനില്ല. എന്റെ ഈ അവസ്ഥ കാണുമ്പോ അമ്മയ്ക്ക് ചിരി വരുന്നുണ്ടല്ലേ? കളിയാക്കല്ലേ അമ്മേ? ഞാൻ അനുഭവിക്കുന്ന ടെൻഷൻ അമ്മ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവൾക്ക് എന്നോട് ഞാൻ ഉദ്ദേശിക്കുന്ന പോലെയുള്ള ഇഷ്ടമായിരിക്കോ? അതറിയാൻ എന്താ അമ്മ ഒരു വഴി? അമ്മയ്ക്ക് അവളോട് സംസാരിക്കാനും അവൾക്ക് അമ്മ പറയുന്നൊക്കെ കേൾക്കാനും കഴിയുമല്ലോ. അമ്മ അവളെ കണ്ട് സംസാരിക്കണം. എന്നോട് അവൾക്ക് ഞാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സ്നേഹമുണ്ടെങ്കിൽ അതെന്നോട് തുറന്ന് പറയണമെന്ന് അമ്മ പറയണം. പറയോ? പാറു ശരിക്കും മണ്ടി തന്നെയാ. വിശാൽ സാറിന് പാറുവിനെ ഇഷ്ടമാണെന്നറിയാൻ വിശാൽ സാറിനോട് തന്നെ ചോദിച്ചാ പോരെ? എന്നെ ഇഷ്ടമാണോ വിശാൽ സാറേന്ന്? അയ്യേ, അങ്ങനെയൊക്കെ എങ്ങനെയാ ചോദിക്കുക? ചോദിക്കണം. ചോദിച്ചാൽ മാത്രം പോരാ. പാറുവിന്റെ ഇഷ്ടം വിശാൽ സാറിനോട് തുറന്ന് പറയുകയും വേണം. എനിക്ക് അങ്ങനെയൊന്നും ചോദിക്കാൻ അറിയില്ല, പറയാനും അറിയില്ല. വിശാൽ സാറ് എന്റെ അടുത്ത് വരുമ്പോ തന്നെ എന്റെ കൈയും കാലും ഒക്കെ വിറയ്ക്കും. ഞാൻ അടുത്ത് വരുമ്പോ പാറുവിന്റെ കൈയും കാലും ഒക്കെ വിറയ്ക്കോ? നീ എന്താ അങ്ങനെ ചോദിച്ചത്? പറയേ. ഇല്ല, വിറക്കില്ല. വേറെ ആരെങ്കിലും അടുത്ത് വരുമ്പോ കൈയും കാലും വിറയ്ക്കോ? വിശാൽ സാർ അടുത്ത് വരുമ്പോ മാത്രമല്ലേ അങ്ങനെ സംഭവിക്കുള്ളൂ. അത് പാറുവിന്റെ മനസ്സിൽ വിശാൽ സാറിനോട് പ്രണയമുള്ളോണ്ടാ. ഒന്ന് പോ മണിക്കുട്ട. അതുപോലെ വിശാൽ സാറിന്റെ മനസ്സിലും പാറുവിനോട് പ്രണയം കാണും. പാറുവിന്റെ ഇഷ്ടം തുറന്നു പറയുമ്പോ വിശാൽ സാറിന്റെ ഇഷ്ടവും തുറന്നു പറയും. വിശാൽ സാറിന്റെ മനസ്സില് എന്നോട് ശരിക്കും ഇഷ്ടമുണ്ടാവോ മണിക്കുട്ട? ഇഷ്ടമുള്ളോണ്ടാ
അതുകൊണ്ടല്ലേ വിശാൽ സാറിന്റെ ഹൃദയം തന്നെ പാറുവിന് തന്നത്.